ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിലാണ്. പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റമദാൻ മാസം തുടങ്ങിക്കഴിഞ്ഞു. റമദാൻ മാസം എന്ന് പറയുന്നത് ഒരു പുണ്യമാസമാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാവരും തന്നെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ചിട്ടയായിട്ട് മനസ്സും ശരീരവും ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ഒരു പ്രത്യേക ദിനചര്യയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പുണ്യമാസത്തിൻ്റെ നല്ല ദിവസങ്ങളാണ്. സക്കാത്ത് പോലെയുള്ള നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതായത് പാവങ്ങൾക്കായിട്ട് ദാനം കൊടുക്കുക, പിന്നെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരുപാട് ചിട്ട നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരിക, നല്ല ചിന്തകൾ, ദൈവവിചാരം, അതെല്ലാം കൂടുതലുള്ളൊരു മാസമാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ അതായത് വൈകുന്നേരം വരെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ജലപാനമില്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ഇരിക്കുന്നത് എല്ലാവരും തന്നെ. അപ്പോൾ ഈ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ തന്നെയാണ് ഈ സ്ത്രീജനങ്ങളൊക്കെ പാചകം ചെയ്യുന്നത്. വൈകുന്നേരത്തേക്കുള്ള നോമ്പ് തുറക്കി വേണ്ടിയിട്ടുള്ള ചെറുപാനീയങ്ങളാണെങ്കിലും ചെറുകടികളാണെങ്കിലും അതുപോലെ തന്നെ കഞ്ഞിയാണെങ്കിലും ഒരു സ്റ്റാർട്ടർ പോലെ കഞ്ഞിയിലാണ് തുടങ്ങുന്നത്. ആ ഹെവി ഫുഡ് തുടങ്ങുന്ന കഞ്ഞിയിൽ നിന്ന് തുടങ്ങി പിന്നെ ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെയാണല്ലോ ഭക്ഷണം. അപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന ഒരു ടൈം അനൗൺസ് ചെയ്യുക, ആ ടൈം അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ് ദിനചര്യ. എങ്കിലും ഉപ്പ് പോലും നോക്കാണ്ട് ആണ് പാചകം ചെയ്യുന്നത്. കാര്യം ഒന്നും അങ്ങനെ ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല. ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങും, വൈകുന്നേരം വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ഒരു ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു പ്രത്യേക രീതിയിലാണ് ഈ റമദാൻ മാസം പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു പുണ്യമാസമാണ്. അപ്പോൾ നമ്മൾ പറ്റുന്ന എല്ലാ മതസ്ഥരും ഇത്തരം രീതിയിൽ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ഇപ്പോൾ ഹിന്ദുക്കൾക്കും വേണമെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ പാലിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസങ്ങളിലെല്ലാം തന്നെ വൈകുന്നേരങ്ങളിലേക്കുള്ള ചെറുകടികളാണെങ്കിലും പാനീയമാണെങ്കിലും പിന്നെന്താ പറയുക, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കഞ്ഞിയാണെങ്കിലും വ്യത്യസ്തമായ വൈവിധ്യമാർന്ന എന്നാൽ പോഷകപ്രദമായ കാര്യങ്ങൾ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും തന്നെ. അപ്പോൾ ഇപ്പോൾ ഒക്കെ കൂടുതൽ എളുപ്പമുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ ഐഡിയാസൊക്കെ ഓരോരുത്തരും പരീക്ഷിക്കാറുമുണ്ട്. എങ്കിലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ കഞ്ഞിയൊക്കെ എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ ജീരകക്കഞ്ഞി ആണെങ്കിലും തരിക്കഞ്ഞി ആണെങ്കിലും കുറേ കാര്യങ്ങളുണ്ട്, ഗോതമ്പ് കഞ്ഞി, അത്തരം കാര്യങ്ങൾ. പിന്നെ സ്നാക്സൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ തന്നെ തയ്യാറാക്കി തുടങ്ങും. അതായത് നക്ക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ചെറിയ പെട്ടിയപ്പം, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പലഹാരങ്ങൾ, കട്ട്ലേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം ആ സമയത്ത് വറുത്തെടുത്താൽ മതി. നേരത്തെ തയ്യാറാക്കി ഫ്രീസറിൽ വെച്ചാൽ ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് എടുക്കാമല്ലോ. ഇത് കൂടാണ്ട് ഒരുപാട് കാര്യങ്ങൾ, എന്താ പറയുക, പഴം നിറച്ചത്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയുള്ള പല കാര്യങ്ങളും നമുക്കിനി ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതൊരു ഗോതമ്പ് കഞ്ഞിയാണ്. പക്ഷേ ഇത് ഏറ്റവും എളുപ്പത്തിൽ, ഇതിനെക്കാട്ടും എളുപ്പത്തിൽ ഒരു ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റില്ല. അതേസമയം ഗോതമ്പ് മാത്രമല്ല, ഗോതമ്പ് എന്താ പറയുക, കുത്തിയെടുക്കുക അല്ലെങ്കിൽ ഗോതമ്പ് തരിയോ അങ്ങനെയൊന്നുമല്ല, ഗോതമ്പ് ആട്ടിയെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു അതൊന്നും അല്ല ചെയ്യുന്നത്. ഇത് ഏറ്റവും സിമ്പിൾ വേയിൽ ചെയ്യാൻ പോണു. പക്ഷേ അതേസമയം വളരെ ന്യൂട്രിറ്റീവ് ആയിരിക്കും, പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. അതിനകത്ത് ഇറച്ചി മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങാൻ പോണു. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാം നമുക്ക്. കാര്യങ്ങളൊക്കെ ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട്. അതിന് 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളൂ. ഗോതമ്പ് കഞ്ഞിക്ക് വേണ്ട ഇറച്ചിയുടെ കഷ്ണങ്ങൾ, പിന്നെ സ്റ്റോക്ക്. ഇത് ചിക്കൻ്റെ എല്ലുള്ള പീസസൊക്കെയാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. തൈ പീസ്, പിന്നെ കൈയുടെ ഭാഗം, അങ്ങനെയല്ല. അത് ഞാനിങ്ങനെ ഡിബോൺ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഇതേ സൂപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റോക്കാണ്. അതൊരു 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ വേവിച്ചാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എടുത്ത രീതി. അതിനകത്തിട്ടിട്ടാണ് ഞാനൊരു ഹോൾ ചിക്കൻ എടുത്ത് വേവിച്ചു. കാര്യം ഇതിൻ്റെ പീസസൊക്കെ എനിക്ക് ഇനി ആവശ്യമുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ പീസസ് വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഡീബോൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു, വേവിച്ചിട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഒരു ചിക്കൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് എല്ലുള്ള പീസെല്ലാം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിൽ കിടന്ന് വേകുമ്പോൾ കിട്ടുന്ന വാട്ടറാണ് അതിൻ്റെ സ്റ്റോക്ക്. പിന്നെ ആ കഷ്ണങ്ങൾ, ആ എല്ലിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ നിന്നും പീസസ് ഇങ്ങനെ പിച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ സ്റ്റോക്ക് 1.5 കപ്പ് അളന്നെടുത്തു. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് എല്ല് പീസസും മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഡീബോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ പീസസൊക്കെ എടുത്തേ, 1/4 പീസെല്ലാം, കാലിൻ്റെയൊക്കെ അതെല്ലാം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇടങ്ങി വരുന്നുണ്ട്. ആ രീതിയിൽ വേവിച്ചിട്ടുണ്ട്, സോഫ്റ്റായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കപ്പാണ് നമുക്ക് വേണ്ടത്. ചെറിയ ചെറിയ പീസസായിട്ട് ഇങ്ങനെ പിച്ചി എടുക്കാം. അയലൊക്കെ മാറ്റാം. കഴുത്തിൻ്റെ പീസിൽ നിന്നെല്ലാം ഫ്ലഷ് ഇങ്ങനെ എടുക്കുകയാണ്. എല്ലാം കിട്ടും.
നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിനും കുറച്ച് നല്ലൊരു റിച്ച്നെസ് ഉണ്ടാകും. അതുപോലെ പീസസ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വെന്ത് ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കിട്ടും. ഏകദേശം ഒരു കപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുറുകിയ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഇതിപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 4 കപ്പ് തേങ്ങാപ്പാൽ, ഇതിൽ നിന്നും ഒരു 1/2 കപ്പ് മാറ്റിയിട്ട് ആ 1/2 കപ്പിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ, ഇതുപോലെയുള്ള ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി ഞാൻ പറഞ്ഞല്ലോ, ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത് ഈ ഗോതമ്പ് കഞ്ഞി. അത് കലക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി അടുപ്പിലേക്ക് മാറ്റാം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലിലേക്ക് ഗോതമ്പ് മാവ് ചേർക്കാം. ഇത് ഗോതമ്പ് പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ, 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിലാണ്. അതിൻ്റെ ഒരു എത്ര ഈ നമ്മുടെ ഗോതമ്പ് കഞ്ഞിയുടെ കുറുകൽ എത്ര വേണമെന്ന് തീരുമാനിക്കാം. ഒരുപാട് കുറുകൽ വേണ്ട, ഇച്ചിരി നെടുകിയിരിക്കുന്നതാണ് നല്ലത്. കട്ടയില്ലാണ്ട് കലക്കിയെടുത്തു. ഇനി കത്തിച്ചിട്ട് പാത്രത്തിലേക്ക് ബാക്കി തേങ്ങാപ്പാൽ കൂടി ഒഴിക്കാം. അപ്പം 4 കപ്പിൽ ബാക്കിയുള്ള 3.5 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ. ഒരു 2ാം പാലിൻ്റെ അളവാണ്, പക്ഷേ ഇച്ചിരി നല്ലൊരു കട്ടിയില്ല. ഒരു 1ാം പാലിൻ്റെ അത്രയും കട്ടി വേണമെന്നില്ല, പക്ഷേ ഇച്ചിരി കുറുകിയത്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ മിക്സ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഗോതമ്പ് കുത്തിയതോ അല്ലെങ്കിൽ തരി ഗോതമ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എളുപ്പ പരിപാടിയാണ്. ഇത് നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം. ഒരു തിള വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. കൈയെടുക്കാണ്ട് ഇളക്കുന്നതാണ് നല്ലത്. അപ്പോൾ തിള വരുന്ന സമയം ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങും, ലൈറ്റായിട്ട്. ആ സമയത്താണ് നമ്മുടെ സ്റ്റോക്ക് ഒഴിക്കുന്നത്. മുഴുവൻ ഗോതമ്പ് വെള്ളത്തിൽ കുതിരാനിട്ട് അത് ആട്ടിയെടുത്ത് അതിൻ്റെ ഊറലെടുത്തിട്ടും അതിൻ്റെ അടിയിൽ അടിഞ്ഞു വരുന്ന ആ ഒരു ഊറലുണ്ടല്ലോ, എന്താ പറയുക, അതിൻ്റെ കട്ടി, അതെടുത്തിട്ടും ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി മെത്തേഡാണ്. ഇത് നോക്കിയേ, കുറച്ചൊരു ചെറിയ മുളക് പോലെ വരുന്നുണ്ടോ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൈയെടുക്കാണ്ട് ഇളക്കണം. പക്ഷേ ഒരുപാട് ഗോതമ്പ് പൊടിയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര തിക്കാവില്ല. ഇത് നമ്മുടെ ഒരു കുടിക്കുന്ന കൺസിസ്റ്റൻസിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഈ കഞ്ഞിയെല്ലാം തന്നെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കഠിനമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വൈകുന്നേരം ജലപാനമില്ലാതെയാണ് ഒരു വീട്ടമ്മ പാചകം ചെയ്യുന്നത്. വൈകുന്നേരത്തേക്കുള്ള അതായത് പാനീയങ്ങൾ, പിന്നെ ചെറുകടികൾ, അത് കഴിഞ്ഞിട്ട് കഞ്ഞി, പിന്നെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഭക്ഷണം, പത്തിരിയോ ഓട്ടടയോ അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ എന്താ പറയുക, നെയ്ച്ചോറോ, പിന്നെ മട്ടൺ, ബീഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതും പ്രധാനമാണല്ലോ. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യണം. അപ്പോൾ ഓരോ ദിവസവും ഏകദേശം 1 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളാണ് ഈ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ ദിവസവും മാറി മാറി പല പല കഞ്ഞികളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതൊരു നല്ല ചോയ്സാണ്. പ്രധാനമായിട്ട് ഇതിൽ വേറെ വലിയ പാടൊന്നുമില്ല. ഗോതമ്പ് തരിയാണെങ്കിലും ഒക്കെ വേവിക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കും. പിന്നെ ഗോതമ്പ് കുത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേറെ. ഇതാകുമ്പോൾ പൊടിയല്ലേ, പക്ഷേ ഭയങ്കര ഗുണമാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ റിച്ചാണ്. അതായത് നമ്മളിവിടെ ചിക്കൻ റെഡിയാണ്, ചിക്കൻ വേവിക്കുന്ന സമയം അത്രേ ഉള്ളൂ, സ്റ്റോക്കും റെഡിയാകും. പിന്നെ തേങ്ങാപ്പാൽ, അത് എളുപ്പമല്ലേ. പിന്നെന്താ പറയുക, പിന്നെ മുട്ട പുഴുങ്ങിയത്. ഇപ്പോൾ മുട്ട പുഴുങ്ങിയത് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുവാണ്, അതിൻ്റെ തോടൊക്കെ പൊളിച്ചൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്ന അത്രയും സമയം അത്രേ ഉള്ളൂ. അപ്പോൾ പ്രോട്ടീൻ ധാരാളമുള്ള ആഹാരം കഴിക്കുന്നു. നമ്മൾ ഒന്നും കഴിക്കാതിരുന്ന പിന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ഓർഡറിൽ കഴിച്ച് പോകുമ്പോൾ കറക്റ്റായി പ്രോട്ടീൻ റിച്ചാണ്. ഇതിൽ മുട്ടയുണ്ട്, ചിക്കനുണ്ട്, തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ അതും നല്ലതാണ്. ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നു. പൊട്ടി വീഴുന്നു, തിളങ്ങുന്നു, കുറുകിയ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും മതി. ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു സ്റ്റോക്ക് ഒഴിക്കുന്നു, ചിക്കൻ സ്റ്റോക്ക്. ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറും. സ്റ്റോക്കിൻ്റെ രുചിയും കൂടി ഇനി ഇതെല്ലാം കൂടി കിടന്ന് തിളയ്ക്കണം. ഇതോടൊപ്പം ചിക്കൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. വെച്ചെടുത്ത് വെച്ച് ഒരു കപ്പോ 1.5 കപ്പ് എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടുതലായാലും കൂടുതൽ ടേസ്റ്റ്, കൂടുതൽ കടിക്കാൻ കിട്ടും. ഓക്കെ, ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടാക്കിയപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ചു
ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. ഇനി സ്പൈസ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഈ തിളപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ 2 പച്ചമുളക് അരിഞ്ഞിടാം. എന്നിട്ട് ആ രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് പിന്നെ അതെടുത്ത് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ഇച്ചിരി പെപ്പർ പൗഡർ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇങ്ങനെ കുടിക്കുന്നത്, അങ്ങനെ എരിവൊന്നും ആയിട്ട് കുടിക്കാറില്ല ആരും. ഇതിങ്ങനെ തന്നെ കുടിക്കും. കഴിഞ്ഞു കേട്ടോ. ഇനി തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ട പുഴുങ്ങിയത് മുറിച്ചതും കൂടി ചേർക്കുന്നു. പിന്നെ ഉള്ളി താളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇറച്ചിയും ചിക്കൻ്റെ പീസും എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ട് ആ സ്റ്റോക്കും പിന്നെന്താ തേങ്ങാപ്പാൽ ഗോതമ്പ് കൂട്ടും. ഇനി ലാസ്റ്റ് ഇത്ര മുട്ട അതിനകത്തേക്ക് ഇടുന്നു. പീസസാക്കി മുറിച്ച് ഇതെൻ്റെ കൂടെ മിക്സായി മഞ്ഞയൊക്കെ ഇതിൻ്റെ കൂടെ കുറേയൊക്കെ മിക്സായിട്ട് പോകും. ആ മഞ്ഞക്കരുമെല്ലാം കഴിക്കുന്ന സമയത്ത് ഗ്ലാസ്സിലൊഴിച്ച് കൊടുക്കുമ്പോൾ മുട്ടയുടെ പീസും ചിക്കൻ്റെ പീസും എല്ലാം കൂടി ചേർന്നിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കുടിക്കാനുണ്ടാവും. ഓരോ ഗ്ലാസ് കുടിക്കാം. നോമ്പ് കഞ്ഞിയുടെ ലാസ്റ്റ് സ്റ്റേജിലായി. ഇനി താളിക്കലാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഗോതമ്പ് കഞ്ഞി. കഞ്ഞി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കട്ടെ, അതാണ് വേണ്ടത്. ഇനി ഇതിനെ കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിനകത്തെടുത്തു. 3 ടേബിൾ സ്പൂൺ എടുത്താൽ കുറച്ചുകൂടി തിക്കറാകും. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് തേങ്ങാപ്പാൽ ആക്കിയിട്ട് കൂടുതലെടുക്കുക. ഒരു എന്താ പറയുക, അപ്പോൾ 4 കപ്പ് തേങ്ങാപ്പാൽ എന്നുള്ളത് ഒരു 6 കപ്പ് എടുത്തിട്ട് കുറച്ച് കൂടുതൽ ഗോതമ്പ് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്താൽ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം. നല്ല വന്നു കഴിഞ്ഞു. ഇത് ഞാൻ തീ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഗോതമ്പ് കഞ്ഞി ഇവിടെ റെഡി. ഇനി കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി താളിച്ചിടുക. ഒരു എന്താ പറയുക, 1-1.5 ടേബിൾ സ്പൂൺ വരെ ആകാം കേട്ടോ നെയ്യ്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതിൽ മതി. ഒരു 3-4 കൊച്ചുള്ളി വട്ടത്തിന് അരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി ഇടുമ്പോൾ അതിൻ്റെ സ്വാദ് ഒന്ന് വേറെയാണ്. പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൊച്ചുള്ളി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മുറിച്ച് എന്നിട്ട് നെയ്യോട് കൂടിയാണ് ഗോതമ്പ് കഞ്ഞിയുടെ നെയ്യൊക്കെ ഒഴിക്കുന്നത്. നെയ്യിൽ കൊച്ചുള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ എന്താ മണം പറയുന്നത്, പ്രത്യേക മണമാണ്. നമ്മൾ ലിവറൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെയാണ്. ഗോൾഡൻ കളറായി കഴിഞ്ഞു. ഇനി നേരെ ഗോതമ്പ് കഞ്ഞിയുടെ മേളിലേക്ക് വയ്ക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി ഇത് ഇളക്കിയെടുക്കുക, ഇത്രേ ഉള്ളൂ. വിളമ്പുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫിനിഷ്ഡ്. എന്ത് എളുപ്പമല്ലേ. ഗോതമ്പ് കഞ്ഞി, നോമ്പ് കഞ്ഞി റെഡി. ഓക്കെ, ഇതാണ് കൺസിസ്റ്റൻസി. ഒഴിച്ച് കുടിക്കുമ്പോൾ കറക്റ്റായിരിക്കും. നിറച്ച് പീസസ് ഉണ്ടാകും. നല്ല വേണം. ഓക്കെ, ഇങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളുടെ ഒരു ദിവസത്തെ നോമ്പ് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടമാണ്. അപ്പോൾ കഞ്ഞി ഞാനിപ്പോൾ തൽക്കാലം ഒരു ഗ്ലാസ്സിലെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഗ്ലാസ്സിലെടുത്തിട്ട് കുടിച്ച് കാണിക്കും. ഒരല്പം എടുക്കുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഫോർ ടേസ്റ്റിങ്. അപ്പോൾ മുട്ട പുഴുങ്ങിയതും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് കിടന്നിട്ട് അതും കൂടി ചേർന്ന് ആ ഒരു ടേസ്റ്റും ഒക്കെ വരും. ഇത്രയേ എടുത്തിട്ടുള്ളൂ. എന്താ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. അയ്യോ, ഇത് ഒരു ഗ്ലാസ് നിറച്ച് കുടിക്കും. ചിക്കനൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. നോക്കൂ 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 നോക്കൂ, ചിക്കൻ്റെ പീസസ്, ആ ഉള്ളിയുടെ ടേസ്റ്റും മുട്ടയുടെ പീസും ഒക്കെ വരുന്നുണ്ട്. സോ നൈസ്, ഗംഭീരം.
ഒന്നൊന്നര ടേസ്റ്റ് കേട്ടോ ഈ കഞ്ഞിക്ക്. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഞാൻ ഇച്ചിരി ചിക്കനൊക്കെ കൂടുതൽ ഞാൻ എടുത്ത് വെച്ച് എന്താ അറിയാലോ, ചിക്കൻ്റെ പീസസ് ബോൺലെസ് ആക്കി ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഇനിയും നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് ഞാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഹോൾ ചിക്കനെ ഞാൻ പുഴുങ്ങി എടുത്തിരിക്കുക. ഇഷ്ടംപോലെ സ്റ്റോക്കും കിട്ടി, ഗംഭീരമായി. മുട്ടയുടെ പീസ് കിട്ടി. ഇത്രയും എടുത്തപ്പോൾ തന്നെ ഇത്രയും ചിക്കനും കാര്യങ്ങളും എല്ലാം കിട്ടി. നിർത്താനേ തോന്നില്ല. എക്സലൻ്റ് ആയിട്ടിരിക്കുന്നു. ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങളും തയ്യാറാക്കുക. ഈ നോമ്പ് തുറയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗോതമ്പ് കഞ്ഞി തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് നോമ്പ് തുറ വിശേഷങ്ങളുമായിട്ട് വരാം, നോമ്പ് തുറ വിഭവങ്ങളുമായിട്ട് വരാം. ഓക്കെ, തീരുന്നില്ല. നമ്മളൊരു സീരീസ് പോലെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നോമ്പ് തുറയുടെ വിഭവങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ടു LN വ്ളോഗ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ സ്പെഷ്യലായിട്ട് ഈ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ സന്തോഷം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ നല്ലൊരു റമദാൻ മാസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.